അതിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന 3 പേരും കോൺഗ്രസുമായി ബന്ധമുള്ളവരാണ്. അതിലൊരാൾ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യർ ഇപ്പോൾ ഒളിവിലാണെന്ന് മനസ്സിലാക്കുന്നത്. നമുക്ക് PCR-നോടൊന്ന് പറയാം. ഒരിക്കൽ കൂടി നമുക്ക് സന്ദീപ് വാര്യർ ടെലിഫോണിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കുന്ന നമ്പറിലൊക്കെ നമ്മൾ വിളിക്കുന്നു. സന്ദീപ് വാര്യർ എടുക്കുന്നില്ലെന്ന് മാത്രമല്ല, സന്ദീപ് വാര്യരുടെ ലൊക്കേഷനും ഇപ്പോൾ കൃത്യമല്ല. സന്ദീപ് വാര്യരും ഒളിവിലായോ? ഹരി, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അരുൺ, അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റോടുകൂടി കാര്യങ്ങൾ ഗൗരവത്തോടു കൂടിയാണ് പോകുന്നതെന്നുള്ളതാണ് കേസിലെ മറ്റു പ്രതികൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായിട്ടും പോലീസിന്റെ പിടിയിലാകാതെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് വരെ കാത്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇന്നലെയാണ് സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ ACJM കോടതിയിൽ നൽകിയിട്ടുള്ളത്. ആ ജാമ്യാപേക്ഷ ഒരുപക്ഷെ ഇന്ന് പരിഗണിച്ചേക്കാം എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത് പരിഗണിച്ച് അതിനകത്തൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ തൽക്കാലം പോലീസിന് മുന്നിൽ എത്തേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലാണ് എന്നുള്ളതാണ് പോലീസ് തന്നെ വിലയിരുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ അപകീർത്തികരമായ പരാമർശങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയുള്ള അധിക്ഷേപം തുടങ്ങിയവയ്ക്കൊക്കെ തന്നെ സാധാരണഗതിയിൽ ജാമ്യം ലഭിക്കാവുന്നതായതുകൊണ്ട് ഇത്തരത്തിൽ നിരന്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുകയായിരുന്നു ഇതിനു മുൻപുണ്ടായ സംഭവങ്ങളിലൊക്കെ തന്നെ. പക്ഷേ ഇപ്പോൾ പോലീസ് അതിൽ കർശനമായ നടപടി സ്വീകരിക്കാൻ തുടങ്ങി. അതിജീവിതയ്ക്കെതിരെ സമാനതകളില്ലാത്ത രീതിയിലുള്ള അധിക്ഷേപം ഈ പ്രതികളിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിന് പിന്നിൽ കൃത്യമായ സംഘടിതമായ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് അവർ വിലയിരുത്തുന്നത്. കാരണം ഈ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പും ഫോണും ഒക്കെ തന്നെ പരിശോധിച്ചപ്പോൾ കൂടുതൽ വിവരങ്ങൾ അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ശാസ്ത്രീയ പരിശോധന നടത്തണം. അപ്പോൾ ഇതിലൊക്കെ ഈ ചിത്രങ്ങൾ, യുവതിയുടെ ചിത്രങ്ങൾ, ഒപ്പം തന്നെ യുവതിയുടെ മറ്റു വിവരങ്ങളൊക്കെ തന്നെ അതിൽ ശേഖരിച്ചു വെച്ചിരുന്നു, സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, സന്ദീപ് വാര്യരുടെ കേസ് എടുത്തു പറഞ്ഞാൽ സന്ദീപ് വാര്യരുടെ പ്രൊഫൈലിലുള്ള, ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള ആ വാളിലുള്ള ഒരു ചിത്രമാണ് ഈ അധിക്ഷേപങ്ങളുടെ എല്ലാം മൂല കാരണം എന്നുള്ളത് കൂടിയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ആ ചിത്രം ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നീട് ബാക്കിയുള്ളവർ, അതായത് കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിലുള്ള പല ആളുകൾ, ഒപ്പം തന്നെ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ, മറ്റു ചില രാഹുൽ അനുകൂലികൾ, ഇവരൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഈ അതിജീവിതക്കെതിരെ അധിക്ഷേപം എന്ന് പറഞ്ഞാൽ പലതും ലൈംഗിക ചുവയോട് കൂടിയുള്ള അധിക്ഷേപമാണ് എന്നുള്ളത് പോലീസ് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രാഹുൽ ഈശ്വറിനെതിരെ ആ വകുപ്പ് ചുമത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ സന്ദീപ് വാര്യരുടെ പ്രൊഫൈലിൽ നിന്ന് സന്ദീപ് അറിയാതെ ചിത്രം എടുക്കുക, അല്ലെങ്കിൽ ഏറെ നാളുകൾക്ക് മുൻപുള്ള ആ ചിത്രം മറ്റുള്ളവർ കണ്ടെത്തുക എന്നുള്ള രീതിയിലാണ് സന്ദീപ് അതിനെ കോടതിക്ക് മുൻപാകെ ധരിപ്പിച്ചിട്ടുള്ളത്. അതായത് തന്റെ പ്രൊഫൈലുള്ള ഒരു ചിത്രം അത് മറ്റാരോ കണ്ടെത്തി അതിനിടയിൽ കമന്റ് ചെയ്തു, അപ്പോൾ അത് ചർച്ചയായി എന്നൊക്കെയാണ് സന്ദീപ് പറയുന്നതെങ്കിലും ആ രീതിയിലല്ല പോലീസ് അതിനെ കാണുന്നത്. അതുകൊണ്ട് സന്ദീപിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നുള്ള നിലപാടിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. അരുൺ, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന രാഹുൽ ഈശ്വർ 5-ാമത്തെ പ്രതിയും സന്ദീപ് വാര്യർ 4-ാം പ്രതിയുമാണ് ഈ കേസിൽ എന്നുള്ളതാണ്.